ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. 2024 എന്ന കലണ്ടർ വർഷം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മെസ്സിയെ സംബന്ധിച്ചിടത്തോളവും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളവും 2024 എന്നത് മികച്ച വർഷമായിരുന്നു. രണ്ട് താരങ്ങളും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയത് ആരാണ്? അത് മെസ്സിയാണോ റൊണാൾഡോയാണോ? നമുക്ക് കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ലയണൽ മെസ്സി പൊതുവെ ഈ ഒരു കലണ്ടർ വർഷത്തിൽ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. പരിക്കിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 36 മത്സരങ്ങളാണ് മെസ്സി ആകെ ക്ലബിനും രാജ്യത്തിനും വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 47 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ 51 മത്സരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 50 ഗോൾ പങ്കാളിത്തങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ലയണൽ മെസ്സി ആകെ 29 ഗോളുകളാണ് ഈ ഒരു വർഷം നേടിയിട്ടുള്ളത്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ 43 ഗോളുകൾ ആകെ നേടിയിട്ടുണ്ട്. ഇനി അസിസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെസ്സിയാണ് ഒന്നാമത്. 18 അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ 7 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ ഈ ഒരു കലണ്ടർ വർഷം കളിച്ചത് റൊണാൾഡോയാണ്. 4441 മിനിറ്റുകൾ റൊണാൾഡോ കളിച്ചിട്ടുണ്ട്. മെസ്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് 2895 മിനിറ്റുകളാണ്. ഇനി ഗോൾസ് പെർ ഗെയിം വരുമ്പോൾ മെസ്സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0.81 ആണ്. അതേസമയം റൊണാൾഡോ 0.84 ആണ്. മിനിറ്റ്സ് പെർ ഗോൾ വരുമ്പോൾ 99.8 ആണ് മെസ്സിയുടേത് വരുന്നത്. അതേസമയം റൊണാൾഡോ 103.3 ആണ്. അതുപോലെ തന്നെ മിനിറ്റ്സ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ ആ ഒരു കണക്കിലേക്ക് വരുമ്പോൾ 61.6 ആണ് മെസ്സിയുടേത് വരുന്നത്. അതേസമയം റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 88.8 വരുന്നു. 2 ഹാട്രിക്കുകളാണ് മെസ്സി നേടിയിട്ടുള്ളത്. അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ 3 ഹാട്രിക്കുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ലയണൽ മെസ്സി ഈ വർഷം ആകെ ഒരു പെനാൽറ്റി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ വർഷം ആകെ 11 പെനാൽറ്റികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ 9 പെനാൽറ്റികളും ഗോളാക്കി മാറ്റാൻ ഇപ്പോൾ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രീ കിക്ക് ഗോളുകളുടെ കാര്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഫ്രീ കിക്ക് ഗോളാണ് മെസ്സി ഈ കലണ്ടർ വർഷത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 3 ഫ്രീ കിക്ക് ഗോളുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കണക്കുകൾ വരുന്നത്. 2 കിരീടങ്ങൾ മെസ്സി നേടിയിട്ടുണ്ട്. എന്നാൽ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം 2024 എന്ന വർഷത്തിൽ കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ 2 താരങ്ങളും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ട്രോഫികൾ ഒന്നും ലഭിച്ചില്ല എന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.